പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന നമ്മുടെ അവസാനത്തെ അധ്യായം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേതായാലും ചില രാസപ്രവർത്തനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് പഠിച്ചത്? ആദേശ രാസപ്രവർത്തനങ്ങൾ പഠിച്ചു, അതേപോലെ തന്നെ അഡീഷൻ രാസപ്രവർത്തനങ്ങളും പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ചില രാസപ്രവർത്തനങ്ങളെ കൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. മൂന്നാമത്തെ രാസപ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇങ്ങനെയുണ്ടാകുന്ന തന്മാത്രകളെ പോളിമറുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുവായ ചെറിയ കുറേ തന്മാത്രകൾ കൂടി ചേർന്ന് വലിയ ഒരു തന്മാത്ര ഉണ്ടാവുക. ചെറിയ തന്മാത്രകൾ കൂടി ചേർന്ന് വലിയ സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിനെ നമ്മൾ എന്ത് പറയും? പോളിമറുകൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പം ഈഥീൻ എന്ന് പറയുന്ന തന്മാത്ര നിങ്ങൾക്കറിയാം. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നോക്കുക. ഈഥീൻ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് അല്ലേ? ഈഥീൻ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഇങ്ങനെയുള്ള ഈഥീൻ തന്മാത്രകൾ, അനേകം ഈഥീൻ തന്മാത്രകൾ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചു ചേർന്ന് പൊളിത്തീൻ എന്ന ഉൽപ്പന്നം ഉണ്ടാകുന്നു. അപ്പോൾ കുറേ ഈഥീൻ തന്മാത്രകൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. നോക്കി ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH2 കുറേ ഈഥീൻ തന്മാത്രകളാണ്. പ്ലസ് എക്സെട്ര ഇട്ടിരിക്കുകയാണ്. കുത്തിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അതെന്താണ്? ഇങ്ങനെയുള്ള കുറേ ഈഥീൻ തന്മാത്രകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം നോക്കിയേ. ഇവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടോ? എല്ലാ ഈഥീൻ തന്മാത്രകളും തമ്മിൽ കൂടിച്ചേരുന്നു. ഇപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2. അപ്പോൾ അടുത്ത ഈഥീൻ തന്മാത്രയുമായിട്ട് ഇവിടെ ഒരു കൂടിച്ചേരൽ, ഇവിടെ ഒരു ബന്ധനം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് നടുവിലുള്ള ദ്വിബന്ധനം പോയിട്ട് ഏകബന്ധനമായിട്ടുണ്ട് അല്ലേ? എന്നാലേ കാർബണിൻ്റെ 4 എന്ന സംയോജകത അവിടെ കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ്. കാരണം ഈ രണ്ട് കാർബണിൻ്റെയും മറ്റേ 2 അറ്റങ്ങളിൽ എന്ത് ചെയ്യും? മറ്റ് ഈഥീൻ തന്മാത്രകൾ എന്ത് ചെയ്യും? വന്നിട്ട് കൂടിച്ചേരും. അപ്പോൾ നമ്മുടെ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഈ ഒരു ദ്വിബന്ധനം പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഈ ഈഥീൻ തന്മാത്രകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിതിന് എന്ത് ചെയ്താൽ നീളമുള്ള ചെയിനായിട്ട് എഴുതാം. CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ ഇത് തുടർന്ന് പോകും. അപ്പോൾ ഇവിടെ എത്ര ഈഥീൻ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? അനേകം ഈഥീൻ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇട്ടിട്ട് ഇവിടെ N എന്നെഴുതും. അപ്പോൾ ഇവിടെ എന്തെഴുതും? N എന്നെഴുതുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിതിനെങ്ങനെ കാണിക്കാം? ഇപ്പം ഇവിടെ കുറേ ഈഥീൻ തന്മാത്രകൾ ഉണ്ടല്ലേ? നമ്മളിങ്ങനെ പ്ലസ് ഇട്ടിട്ട് എക്സെട്ര ഇടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? N ഈഥീൻ തന്മാത്രകൾ. അപ്പോൾ NCH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എത്രയോ എണ്ണം CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ തന്മാത്രകളുണ്ട്. അവ എന്ത് ചെയ്യാണ്? പോളിമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈഥീൻ തന്മാത്രകൾ കൂടിച്ചേർന്ന് പൊളിത്തീൻ ഉണ്ടാകുന്നു. പൊളിത്തീനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണിക്കും? ഇതുപോലെ വലിയ ചെയിനായിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. എന്തെഴുതിയാൽ മതി? ഇങ്ങനെ ചുരുക്കി എഴുതാൻ സാധിക്കും. ഇതും പൊളിത്തീൻ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. CH2 സിംഗിൾ ബോണ്ട് CH2 ഇത് ഇങ്ങോട്ട് തുടർന്ന് പോകുന്നുണ്ട് എന്നാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ഒരു ബന്ധനം ഇങ്ങനെ സിംഗിൾ ബോണ്ട് ഈ ഒരു ഏകബന്ധനം ഇട്ടതിൻ്റെ കാര്യം മനസ്സിലായോ? അതായത് ഇത് തുടർന്ന് പോകുന്ന ഒരു ചെയിനാണ്. ഇതിങ്ങനെ CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് പകരം അത് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചുരുക്കിയിട്ട് ഈ രീതിയിൽ ബ്രാക്കറ്റ് ഇട്ട് N എന്നെഴുതും. അപ്പോൾ ഇതിനർത്ഥം ഒരുപാട് ഈഥീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ടുണ്ടായ പൊളിത്തീൻ എന്ന പോളിമറാണ് ഇത്. അപ്പോൾ പോളിമറൈസേഷൻ എന്ന ആ ഒരു രാസപ്രവർത്തനം എന്താണ്? അനേകം ചെറിയ തന്മാത്രകൾ കൂടി ചേർന്ന് വലിയ അതിസങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഉൽപ്പന്നത്തിന് നമ്മൾ എന്ത് പറയും? പോളിമർ എന്ന് പറയും. അതുപോലെ ഇവിടെ ഈ കൂടിച്ചേരുന്ന ചെറിയ തന്മാത്രകളുണ്ടല്ലോ, പോളിമറൈസേഷൻ നടക്കുന്ന ആ ചെറിയ തന്മാത്രകളെ
സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ നമ്മൾ മോണോമറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം പോളിമറൈസേഷൻ നടക്കാൻ കൂടിച്ചേരുന്ന ചെറിയ ചെറിയ തന്മാത്രകളെ നമ്മൾ മോണോമർ എന്ന് വിളിക്കും. പോളിമറൈസേഷൻ എന്ന രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തെ പോളിമർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു രാസപ്രവർത്തനത്തിൽ മോണോമറും പോളിമറും ഏതാണ്? മോണോമർ എന്ന് പറയുന്നത് ഏതാണ്? ഈഥീനാണ്. കാരണം ഈഥീൻ്റെ ചെറിയ ചെറിയ തന്മാത്രകളാണ് കൂടിച്ചേർന്നത്. അപ്പോൾ ഈഥീൻ എന്ന് പറയുന്നത് മോണോമറാണ്. അതുപോലെ പൊളിത്തീൻ എന്ന് പറയുന്നത് എന്താണ്? പോളിമറാണ്. പൊളിത്തീൻ പോളിമറാണ്. ഈഥീൻ എന്താണ്? മോണോമറാണ്. പൊളിത്തീൻ പോളിമറാണ്. മനസ്സിലായോ? ഇത്തരത്തിലുള്ള പോളിമറുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ പലതരത്തിലുള്ള പോളിമറുകളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പുകൾ, അല്ലേ, പൈപ്പുകൾ മറ്റും നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് PVC. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും PVC പൈപ്പ് എന്ന്, അല്ലേ. ഈ PVCയുടെ പൂർണ്ണമായ രൂപം എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ്. അനേകം വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന പോളിമർ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. വിനൈൽ ക്ലോറൈഡ്, അനേകം ചെറിയ വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേരുമ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ പേരും കൂടി ഉണ്ട്. എന്താണ്? ക്ലോറോ ഈഥീനാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി പരിചയമുണ്ട്, ക്ലോറോ ഈഥീൻ എന്ന് പറയുന്നത്, അല്ലേ. ഇവിടെ നോക്കിയേ, ഈ ക്ലോറോ ഈഥീൻ്റെ മറ്റൊരു പേരാണ് വിനൈൽ ക്ലോറൈഡ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഇപ്പോൾ PVC എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ വിനൈൽ ക്ലോറൈഡിന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിന് ക്ലോറോ ഈഥീൻ എന്നാണ് പേര് കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഇതാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമർ. എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? CH2 ഡബിൾ ബോണ്ട് CHCl. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് ഈഥീനാണ്, അല്ലേ. ആ ഈഥീനിലെ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർബണിലൊരു ക്ലോറിൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് പറയാം? ക്ലോറോ ഈഥീൻ എന്ന് പറയാം, അല്ലേ. ക്ലോറോ ഈഥീൻ. ഈ ക്ലോറോ ഈഥീൻ്റെ മറ്റൊരു പേരാണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇവിടെ പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ പേര് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് സാധാരണയായിട്ട് വിനൈൽ ക്ലോറൈഡ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വിനൈൽ ക്ലോറൈഡ്, ഇങ്ങനെയുള്ള കുറേ വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? പോളിവിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന പോളിമർ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? NCH2 ഡബിൾ ബോണ്ട് CHCl. അപ്പോൾ ഇത് പോളിമറായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള നടുവിലുള്ള ഡബിൾ ബോണ്ട് പോയി. ഇങ്ങനെയുള്ള അടുത്ത വിനൈൽ ക്ലോറൈഡ് തന്മാത്ര ഇവിടെ വന്ന് ജോയിൻ ചെയ്യും, അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ബോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട്, ഈ ബന്ധനം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ N എന്നിട്ടിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഇവിടെ അടുത്ത വിനൈൽ ക്ലോറൈഡിൻ്റെ തന്മാത്ര വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളിങ്ങനെ എഴുതി കാണിക്കാറില്ല. അതിന് പകരം എന്ത് ചെയ്യുകയാണ് ചെയ്യുക? ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് N എന്ന് എഴുതുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമവാക്യങ്ങൾ എഴുതി കാണാതെ പഠിക്കുക തന്നെ വേണം, അല്ലാതെ ഒരു വഴിയുമില്ല. അതല്ലാതെ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ എന്താണ്? CH2 ഡബിൾ ബോണ്ട് CHCl ആണ്. ഇങ്ങനെയുള്ള N എണ്ണം വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ PVC. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ മോണോമർ, പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടുത്തെ പോളിമർ. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പോളിമറാണ് ഈ PVC എന്ന് പറയുന്നത്. ഇനി അതുപോലെയുള്ള അടുത്തൊരു പോളിമറാണ് ടെഫ്ലോൺ. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉള്ളിലെ പ്രതലത്തിലുള്ള ആ ഒരു ആവരണം ഉണ്ടല്ലോ, നമ്മുടെ ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ആ ഒരു കറുപ്പ്, ആ ഒരു ഭാഗം, ആ ഒരു ആവരണം ഉണ്ടാക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിൽ ആവരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ. സാധാരണയായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ കേടുവന്ന് നമ്മൾ പറയപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെഫ്ലോൺ കോട്ടിങ് പോയി കഴിഞ്ഞാലാണ് അത് നമ്മൾ ഉപയോഗിക്കാതാവാറുള്ളത്. അപ്പോൾ ഈ ടെഫ്ലോൺ എന്ന പോളിമർ
ടെഫ്ലോൺ എന്ന പോളിമറിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. ടെട്രാഫ്ലൂറോ ഈഥീൻ. ടെട്ര എന്ന് പറയുന്നത് ഏത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ആണ് അല്ലേ. 4 ഫ്ലൂറിനുള്ള ഈഥീനാണ്. ടെട്രാഫ്ലൂറോ ഈഥീനാണ് ഈ ഒരു ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ ഇവിടെ ടെട്രാഫ്ലൂറോ ഈഥീൻ, ഇതാണ് മോണോമർ. ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറഞ്ഞാൽ ഈഥീൻ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 ആണെന്ന്. അപ്പോൾ അതിലെ ഹൈഡ്രജന് പകരം ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറയും. ഇപ്പോൾ 4 ഫ്ലൂറിനുള്ളതാകെ ഇവിടെ 2 ഫ്ലൂറിനും ഇവിടെ 2 ഫ്ലൂറിനും മൊത്തത്തിൽ 4. അപ്പോൾ ടെട്രാഫ്ലൂറോ ഈഥീൻ. അപ്പോൾ CF2 ഡബിൾ ബോണ്ട് CF2 ആണ് ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇങ്ങനെയുള്ള ടെട്രാഫ്ലൂറോ ഈഥീൻ്റെ അനേകം തന്മാത്രകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? ടെഫ്ലോൺ എന്ന പോളിമർ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കാണിക്കുക? ഈ ഒരു ഡബിൾ ബോണ്ട്, നടുവിലുള്ള ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ബോണ്ട് ഇട്ട് കൊടുക്കുക, അതിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുക. അപ്പോൾ ഈ ബോണ്ട് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. എന്നിട്ട് N എന്നിട്ട് കൊടുക്കുക. N എന്നിടാൻ മറന്നു പോകരുത്. N എന്നിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് പോളിമർ ആവൂല കേട്ടോ. അപ്പോൾ ടെഫ്ലോൺ ആയി. അപ്പോൾ ടെട്രാഫ്ലൂറോ ഈഥീൻ്റെ അനേകം തന്മാത്രകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ടെഫ്ലോൺ ഉണ്ടാകുന്നു. ഇതും നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് ഏതാണ്? പൊളിത്തീൻ പഠിച്ചല്ലേ. ഈഥീനിൻ്റെ അനേകം തന്മാത്രകൾ കൂടി ചേർന്ന് പൊളിത്തീൻ ഉണ്ടാകുന്നു. ഈഥീനാണ് മോണോമർ, പൊളിത്തീനാണ് അവിടെയുള്ള എന്ത്? പോളിമർ. ഇനി അടുത്തത് PVC-യുടെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്, ക്ലോറോ ഈഥീൻ. അങ്ങനെയുള്ള വിനൈൽ ക്ലോറൈഡിൻ്റെ അനേകം തന്മാത്രകൾ കൂടിച്ചേർന്ന് പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്, ടെട്രാഫ്ലൂറോ ഈഥീൻ. അപ്പോൾ ടെട്രാഫ്ലൂറോ ഈഥീൻ്റെ അനേകം തന്മാത്രകൾ കൂടിച്ചേർന്ന് ടെഫ്ലോൺ എന്ന പോളിമർ ഉണ്ടാകുന്നു. അപ്പോൾ ഈ എല്ലാ സമവാക്യങ്ങളും എല്ലാതും എന്ത് ചെയ്യണം? നിങ്ങൾ കാണാതെ നന്നായിട്ട് മനസ്സിലാക്കി ഇത് പഠിക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കണം. ABC കോളൊക്കെ ഫില്ല് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക തന്നിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ചില പോളിമറുകളും അവയുടെ മോണോമറുകളും ഉൾപ്പെടുന്ന പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. അനുയോജ്യമായ വിധം പൂർത്തിയാക്കുക. ഒന്നാമത്തെ കോളത്തിൽ മോണോമർ, രണ്ടാമത്തതിൽ പോളിമർ, മൂന്നാമത്തതിൽ ഉപയോഗം. ഇപ്പോൾ ഇവിടെ ഡാഷാണ്. പോളിമർ PVC എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണല്ലേ. PVC എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ മോണോമർ എന്താണ്? എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ് അല്ലേ. വിനൈൽ ക്ലോറൈഡ് ആണ് PVCയുടെ മോണോമർ. സാധാരണയായിട്ട് PVC ഉപയോഗിക്കാറുള്ളത് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. അതുപോലെ ചെരുപ്പ്, ബാഗ് ഇവയൊക്കെ നിർമ്മിക്കാൻ PVC ഉപയോഗിക്കാറുണ്ട്. പൈപ്പുകളാണ് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത്, PVC പൈപ്പാണ്. അതുമാത്രമല്ല ചെരുപ്പും ബാഗൊക്കെ നിർമ്മിക്കാൻ ഈ പോളി വിനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഈഥീൻ തന്നിട്ടുണ്ട്. മോണോമർ ആണ് ഈഥീൻ. പോളിമർ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. പൊളിത്തീൻ ആണ് അല്ലേ. പൊളിത്തീൻ. ഈഥീനാണ് മോണോമർ, പൊളിത്തീനാണ് പോളിമർ. പൊളിത്തീൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാക്കാൻ, കളിപ്പാട്ടം, ഇൻസുലേഷൻ ഈ ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത് തന്നിട്ടുള്ളത് ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല. ഐസോപ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിദത്തമായ റബ്ബർ ഉണ്ടല്ലോ, നമ്മുടെ റബ്ബർ, സാധാരണ റബ്ബർ മരങ്ങളിൽ നിന്ന് എടുക്കുന്ന റബ്ബർ, ആ റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റബ്ബർ ഒരു പോളിമറാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഐസോപ്രീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ റബ്ബർ ഉണ്ടാകുന്നത്. റബ്ബറിനെ നമ്മൾ എന്തും പറയും? പോളി ഐസോപ്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഐസോപ്രീൻ മോണോമറാണ്, അതിൻ്റെ പോളിമറാണ് റബ്ബർ, പ്രകൃതിദത്ത റബ്ബർ കേട്ടോ. പ്രകൃതിദത്ത റബ്ബർ തന്നെ എഴുതണം, കാരണം വേറെയും കൃത്രിമമായിട്ടുള്ള റബ്ബറുകളുണ്ട്, അതിൻ്റെ മോണോമറുകൾ വേറെ ആയിരിക്കും. അപ്പോൾ ഐസോപ്രീൻ എന്ന മോണോമറുകൾ കൂടി ചേർന്നുണ്ടാകുന്നത് എന്താണ്? പ്രകൃതിദത്ത റബ്ബറാണ്, അല്ലെങ്കിൽ പോളി ഐസോപ്രീൻ ആണ്. അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ചെരുപ്പ് ഉണ്ടാക്കാനാണ് ഈ ഒരു റബ്ബർ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത് ടെഫ്ലോൺ തന്നിട്ടുണ്ട് പോളിമറിൻ്റെ കോളത്തിൽ. ടെഫ്ലോണിൻ്റെ മോണോമർ എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏതാണ്? ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലേ. CF2 ഡബിൾ ബോണ്ട് CF2, ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. സാധാരണയായിട്ട് ടെഫ്ലോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞതാണ്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ, അതുപോലെ വാൾവ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എക്സാമിന്, അപ്പോൾ ഇത് ശ്രദ്ധിക്കാം.
അപ്പോൾ പോളിമറൈസേഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത 4ാമത്തെ രാസപ്രവർത്തനമാണ് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഹൈഡ്രോ കാർബൺ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ ഇവ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് CO2, H2O എന്നിവയോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ ജ്വലനം എന്ന് പറയുന്നു. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ, വായുവിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഹൈഡ്രോ കാർബണുകൾ കത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, ജലവും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം എന്തും കൂടി ഉണ്ടാവും? താപവും പ്രകാശവും ഉണ്ടാവും. ഈ ഒരു പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ജ്വലനം, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ മണ്ണെണ്ണ, അതുപോലെ LPG, പെട്രോള്, ഡീസൽ, ഇവയൊക്കെ ഹൈഡ്രോ കാർബണുകളാണ്. ഇവയൊക്കെ കത്തിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ജലവും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ താപവും പ്രകാശവും തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ഹൈഡ്രോ കാർബൺ ആണ് CH4. CH4 എന്താണ്? മീഥെയിൻ ആണ്. മീഥെയിൻ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതുപോലെ താപം പുറത്തുവിടുകയും ചെയ്യും. ഇത് ഈ ഒരു സമവാക്യം സമീകരിച്ച് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഏതൊരു ഹൈഡ്രോ കാർബണും കത്തിച്ചു കഴിഞ്ഞാൽ, ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ജലവും താപവുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ എത്ര തന്മാത്ര, ജലതന്മാത്ര കിട്ടും, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര കിട്ടും എന്നുള്ളത് നമ്മളെ ഹൈഡ്രോ കാർബൺ ഏതാണ്, അതിൽ എത്ര കാർബണും ഹൈഡ്രജനും ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സമവാക്യം സമീകരിക്കണം. അപ്പോൾ CH4 + 2O2 gives CO2 + 2H2. അപ്പോൾ ഇവിടെ അഭികാരത്തിൻ്റെ ഭാഗത്തും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ എണ്ണായിരിക്കും ഉണ്ടായിരിക്കുക, ഒരേ പോലെയുള്ള ആറ്റങ്ങൾ ഒരേ എണ്ണായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഏതൊരു ഹൈഡ്രോ കാർബൺ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുക എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആണ്. പിന്നെ താപവും പുറത്തു വരും. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം നിങ്ങൾക്ക് എഴുതാമല്ലോ. നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസ്, അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര കാർബൺ ഉള്ള ആൽക്കീനാണ്? മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലേ? 4 കാർബണുള്ള ആൽക്കീനാണ്. അപ്പം ഈ ബ്യൂട്ടെയിൻ എന്താണ്? C4H10 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അത് കത്തിക്കഴിഞ്ഞാൽ നടക്കുന്ന ആ രാസപ്രവർത്തനത്തിനെ സമവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതി വെക്കാൻ പറ്റും? C4H10 അത് എഴുതാം. പ്ലസ് എന്തിൻ്റെ സാന്നിധ്യത്തിലാണ്? ഓക്സിജൻ്റെ. പ്ലസ് O2 gives, പിന്നെ കിട്ടുക എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ CO2 എന്ന് എഴുതാം, പ്ലസ് H2O എന്ന് എഴുതാം, പ്ലസ് താപം എന്ന് എഴുതാം. അത് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സമവാക്യത്തെ സമീകരിക്കണം. അത് സമീകരിച്ച് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ മുഴുവൻ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മാർക്ക് കിട്ടും. എന്നാലും സമീകരിക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സമീകരിച്ച് തന്നെ എഴുതണം. അപ്പോൾ ഇത് സമീകരിച്ച് എഴുതിയിട്ടുള്ളതാണിത്. 2C4H10 + 13O2 gives 8CO2 + 10H2O + താപം. അപ്പം ഇതെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ജലവും താപവുമാണ് ഏതൊരു ഹൈഡ്രോ കാർബണും എന്ത് ചെയ്യുമ്പോൾ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ഒരു ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് സമീകരിക്കുന്നത് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് സമീകരിക്കുക എന്നുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ രാസപ്രവർത്തനം എന്ന് പറയുന്നത് താപീയ വിഘടനമാണ്. താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് താപീയ വിഘടനം. അപ്പം തന്മാത്രാഭാരം കൂടുതലുള്ള ഹൈഡ്രോ കാർബൺ, അതായത് വലിയ ഹൈഡ്രോ കാർബണുകൾ ഉണ്ടാവുമല്ലോ, വലിയ കുറേ കാർബണുള്ള, അങ്ങനെയുള്ള ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, നേരത്തെ ജ്വലനം പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? വായുവിൻ്റെ സാന്നിധ്യത്തിലാണ്, ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് അല്ലേ? ഇവിടെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ
അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് താപീയ വിഘടനം. അപ്പോൾ വലിയ ഹൈഡ്രോ കാർബണുകൾ എന്ത് ചെയ്യുന്നു? താപീയ വിഘടനം സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹൈഡ്രോ കാർബണുകളായിട്ട് മുറിയുന്നു. ആ ഒരു രാസപ്രവർത്തനത്തെയാണ് താപീയ വിഘടനം എന്ന് പറയുന്നത്. ഇത് വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു താപീയ വിഘടനം സാധ്യമായിട്ടുള്ള ഏറ്റവും ചെറിയ തന്മാത്ര എന്ന് പറയുന്നത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ ഈ പ്രൊപ്പെയിൻ നോക്കിയേ, CH3 CH2 CH3. പ്രൊപ്പെയിൻ താപീയ വിഘടനത്തിന് വിധേയമായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഈഥീനും അതുപോലെ മീഥെയിനുമാണ്. CH2 ഡബിൾ ബോണ്ട് CH2, ഈഥീനും അതുപോലെ മീഥെയിൻ CH4 ആണ്. ഈ സമവാക്യങ്ങൾ കാണാതെ പഠിക്കണം. താപീയ വിഘടനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാതെ പഠിക്കാതെ എഴുതാൻ കഴിയില്ല. അപ്പോൾ പ്രൊപ്പെയിൻ എന്ന ഹൈഡ്രോ കാർബണിനെ താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഈഥീനും മീഥെയിനും ആണ് കിട്ടുക എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് എഴുതണം, കാണാതെ പഠിച്ചേ പറ്റൂ. അപ്പോൾ പ്രൊപ്പെയിൻ താപീയ വിഘടനത്തിന് വിധേയമായ നമുക്ക് കിട്ടുക ഈഥീനും അതുപോലെ മീഥെയിനും ആണ്. ഇനി അടുത്തത്, ഇപ്പോൾ ഇത് 3 കാർബൺ ഉള്ളതാണ് അല്ലേ. ഇനി കൂടുതൽ കാർബണാറ്റങ്ങൾ ഉൾപ്പെട്ട ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ കാർബൺ ചെയിൻ പല രീതിയിൽ വിഘടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കാർബണുള്ള സംയുക്തമാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താപീയ വിഘടനത്തിൻ്റെ ഫലമായിട്ട് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക എന്നത് വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം, താപനില, മർദ്ദം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രോ കാർബണിനെ താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ആ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവത്തെയും അതുപോലെ താപനിലയെയും മർദ്ദത്തെയും ആശ്രയിച്ചിരിക്കും. അത് പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാതെ പഠിക്കാത്തത് എഴുതാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, പ്രൊപ്പെയിനിനെ താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഈഥീനും മീഥെയിനും കിട്ടും. അതുപോലെ മറ്റൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് വലിയൊരു ഹൈഡ്രോ കാർബൺ അല്ല, 7 കാർബൺ ഉള്ളതാണ്. അപ്പോൾ ഹെപ്റ്റെയിനിനെ നമ്മൾ താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ബ്യൂട്ടെയിനും അതുപോലെ പ്രൊപ്പീനുമാണ്. ബ്യൂട്ടെയിനും പ്രൊപ്പീനും ആണ് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഹെപ്റ്റെയിനിനെ താപീയ വിഘടനം നടത്തിയാൽ ബ്യൂട്ടെയിനും പ്രൊപ്പീനും കിട്ടും. പൂരിത ഹൈഡ്രോ കാർബണുകൾ, സാധാരണയായിട്ട് പൂരിത ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തങ്ങളിൽ പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും കാണപ്പെടുന്നു. അതായത് ഇപ്പോൾ ഹെപ്റ്റെയിൻ എടുത്തു കഴിഞ്ഞാൽ ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു പൂരിത ഹൈഡ്രോ കാർബണാണ്, അല്ല എല്ലാം ഏകബന്ധനാണ്. പക്ഷേ ഇത് നമുക്ക് താപീയ വിഘടനം നടത്തിയിട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് ബ്യൂട്ടെയിനും അതുപോലെ പ്രൊപ്പീനും. ബ്യൂട്ടെയിൻ എന്ന് പറയുന്നത് ഒരു പൂരിത ഹൈഡ്രോ കാർബണാണ്, പക്ഷേ പ്രൊപ്പീൻ എന്ന് പറയുന്നത് എന്താണ്, അപൂരിത ഹൈഡ്രോ കാർബണാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, പൂരിത ഹൈഡ്രോ കാർബണിനെ സാധാരണയായിട്ട് താപീയ വിഘടനത്തിന് വിധേയമാക്കിയാൽ ഉണ്ടാകുന്ന സംയുക്തങ്ങളിൽ പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് താപീയ വിഘടനം. ഇപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇത്തരത്തിൽ താപീയ വിഘടനത്തിന് വിധേയമാക്കി ലഘു തന്മാത്രകളാക്കി മാറ്റാൻ കഴിയും. അപ്പം മലിനീകരണം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കാറുണ്ട്. അപ്പം മാലിന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഈ ഒരു താപീയ വിഘടനം എന്ന രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ താപീയ വിഘടനത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അതിനെ കത്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് എന്ത് ചെയ്യാണ്, തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുകയാണ്. മറ്റേത് ജ്വലനത്തിലാണെങ്കിൽ, ഹൈഡ്രോ കാർബണുകൾ ജ്വലനത്തിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് എന്താണ്, മലിനീകരണത്തിന് ഇടയാക്കും. അപ്പോൾ ഇവിടെ താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് താപീയ വിഘടനം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ 2 ഉദാഹരണങ്ങളാണത്. പ്രൊപ്പെയിൻ താപീയ വിഘടനത്തിന് വിധേയമായാൽ ഈഥീനും മീഥൈനും കിട്ടും. അതേപോലെ ഹെപ്റ്റെയിൻ താപീയ വിഘടനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ബ്യൂട്ടെയിനും പ്രൊപ്പീനുമാണ് കിട്ടുക. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ രാസപ്രവർത്തനങ്ങളും പഠിച്ചു കഴിഞ്ഞു. ആദേശ രാസപ്രവർത്തനം, അത് കഴിഞ്ഞ് അഡീഷൻ രാസപ്രവർത്തനം, പിന്നെ പോളിമറൈസേഷൻ,
നാലാമത് പഠിച്ചത് ഏതാണ്? പോളിമറൈസേഷൻ കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം പഠിച്ചു, പിന്നെ താപീയ വിഘടനം പഠിച്ചു. അപ്പോൾ ടോട്ടൽ 5 രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രാസപ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ, CH ട്രിപ്പിൾ ബോണ്ട് CH ത്രിബന്ധനം CH പ്ലസ് H2. ഇവിടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എന്തായിരിക്കും? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. H2 എന്ന് കാണുമ്പോൾ H2 എന്താണ്? ഇവിടെ ഈ ഒരു ട്രിപ്പിൾ ബോണ്ടും അതായത് ത്രിബന്ധനവും H2വും കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണത് ഏത് രാസപ്രവർത്തനമാണ്? അഡീഷൻ രാസപ്രവർത്തനമാണ് അല്ലേ? അഡീഷൻ രാസപ്രവർത്തനമാണ്. ഇതിലേക്ക് എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെ വരും? CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2. ഇതിലേക്ക് ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്കും അടുത്ത ഹൈഡ്രജൻ മറ്റേ കാർബണിനും കിട്ടും. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നത്, ത്രിബന്ധനം ഉണ്ടായിരുന്നത് ദ്വിബന്ധനമായിട്ട് മാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഈതൈനാണിത്. ഇതെന്തായിട്ട് മാറും? ഈതീനായിട്ട് മാറും. CH2 ഡബിൾ ബോണ്ട് CH2. ഈ 2 ഹൈഡ്രജനും ഇതിലേക്ക് നമ്മൾ ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഉൽപ്പന്നം. എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2. ഇനി അടുത്തത് നോക്കിയേ, CH3Cl പ്ലസ് Cl2 gives ഡാഷ് പ്ലസ് HCl. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണത് എന്താണ്? ഇതേതാണ്? ആദേശ രാസപ്രവർത്തനമാണ് അല്ലേ? ഇവിടെ ഒരു ആറ്റത്തെ മാറ്റിയിട്ട് വേറൊരു ആറ്റം കയറിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് പഠിച്ചത്? CH3Cl നമ്മൾ ഒന്ന് വലുതാക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? CHHHCl. ഇതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാണ്. ക്ലോറിൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ കയറിയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CHH. ഈ ഒരു ഹൈഡ്രജൻ പകരം അതിൽ ഒരു ക്ലോറിൻ വന്നു. Cl പ്ലസ് HCl. അപ്പോൾ CH2Cl2 പ്ലസ് HCl അല്ലേ? CH2Cl2 പ്ലസ് HCl കിട്ടി. ഇനി അടുത്ത രാസപ്രവർത്തനം ഏതാണ്? നോക്കി, ഇവിടെ ഈ ഒരു അഭികാരത്തിൻ്റെ ഭാഗം തന്നിട്ടില്ല, ഉൽപ്പന്നമാണ് തന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? പോളിമറൈസേഷൻ ആണ് അല്ലേ? പോളിമറൈസേഷൻ ആണ്. ഇവിടെ പോളിമർ തന്നിട്ടുണ്ട്, മോണോമറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് പൊളിത്തീനാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പോൾ ഇവിടെ CH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈത്തീനാണ് ഇതിൻ്റെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? CH2 ഡബിൾ ബോണ്ട് CH2 N CH2 ഡബിൾ ബോണ്ട് CH2 അല്ല, എങ്ങനെയാണ് എഴുതുക? N CH2 ഡബിൾ ബോണ്ട് CH2 gives CH2 സിംഗിൾ ബോണ്ട് CH2 N ടൈംസ്. അപ്പം ഈതീൻ, N എണ്ണം ഈതീൻ കൂടി ചേരുമ്പോൾ പൊളിത്തീൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നാലാമത്തെ എന്താണ്? CH4 പ്ലസ് ഡാഷ് ഗിവ്സ് CO2 പ്ലസ് H2O. ഇതും നമ്മൾ പഠിച്ച ഇതാണ്. ഏതാണ്? ഇവിടെ ഉൽപ്പന്നമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏതാണ്? ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഹൈഡ്രോ കാർബൺ എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചൂടാക്കുന്നത്, കത്തിക്കുന്നത്? വായുവിൻ്റെ സാന്നിധ്യം അല്ലേ? ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇവിടെ CH4 പ്ലസ് O2 gives CO2 പ്ലസ് H2O എന്നാണ് വരിക. CH4 പ്ലസ് O2 gives CO2 പ്ലസ് H2O. പക്ഷെ ആ ഒരു സമവാക്യം നമ്മളൊന്ന് സമീകരിച്ച് എഴുതണം. അപ്പോൾ എങ്ങനെ വരും? CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2O എന്നാണ് വരിക. CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2O എന്ന് വരും. ഇനി ഏറ്റവും ലാസ്റ്റ് എത്തത് ഡാഷ് പ്ലസ് H2 gives CH3CH3. ഇത് ഏതായിരിക്കും? ഇവിടെ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നം എന്താണ്? CH3CH3 ആണ്. അപ്പോൾ എന്തിലേക്കോ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഈതെയിനാണ്. അപ്പോൾ എന്തിലേക്കായിരിക്കും? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്? അഡീഷൻ രാസപ്രവർത്തനമാണല്ലേ? അതുകൊണ്ടല്ലേ ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പം ഇതെന്തായിട്ട് മാറി? പൂരിത ഹൈഡ്രോ കാർബണായിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഏതായിരിക്കും വരിക? ഹൈഡ്രജൻ. ഇതൊന്ന് രണ്ടിന്ന് ഓരോ ഹൈഡ്രജൻ ആയിട്ട് കുറച്ചാൽ പോരെ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് വരിക അല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 gives CH3CH3 അല്ലേ? ഇതിലേക്ക് ഈ ഹൈഡ്രജനെ 2 കാർബണിലേക്കും അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് CH3CH3 കിട്ടുക. അപ്പോൾ ഇവിടെ മനസ്സിലായോ? ഇവിടെ ഡാഷ് എന്താ വരിക? CH2 ഡബിൾ ബോണ്ട് CH2. അതിലേക്ക് H2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് CH3CH3 കിട്ടുക. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. ഇതിൽ പുറത്തുനിന്നുള്ള എക്സാമ്പിൾസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല.
ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള രാസപ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള ആ എക്സാമ്പിൾസ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി ഇത് ചെയ്ത് കാണിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പം. കാരണം ഇങ്ങനെ പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്നാമത് ഒരുപാട് ഇതിൽ ഒന്നുമില്ല, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലെ ഇക്വേഷൻസ് ആയാലും സമവാക്യങ്ങളായാലും ഒക്കെ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ, എന്നാലേ നമുക്കത് എഴുതാൻ കിട്ടുള്ളൂ. അപ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്